ആലപ്പുഴ തുറവൂർ താലൂക്ക് ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെ കോൺഗ്രസ് CPIM സംഘർഷം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ ചെയ്യുന്നു. അശ്വിന് കഴുത്തുവേദനയൊക്കെ മാറി ആരോഗ്യമന്ത്രി പരിപാടിയിൽ ഉണ്ടായിരുന്നോ? ഹാഷ്മി, കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നിശ്ചയിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ പ്രധാന പ്രശ്നം വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഈ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു. വീണ ജോർജിന്റെ ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ല, ഓൺലൈനായാണെങ്കിൽ പോലും ഈ ഉദ്ഘാടനത്തിന് സമ്മതിക്കില്ല എന്നുള്ള നിലപാടുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതോടെ അവരെ തടയാൻ CPIM DYFI പ്രവർത്തകർ എത്തുകയും അത് പിന്നീട് ഒരു വാക്കേറ്റത്തിലേക്കും ആ വാക്കേറ്റം ഒരു സംഘർഷത്തിലേക്കും നീളുകയുമാണ് ചെയ്തത്. ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു വേദിയിലേക്ക് വരെ നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ വേദിയിലേക്ക് നീണ്ടപ്പോഴാണ് ഒരു സംഘർഷമുണ്ടായത്. DYFI പ്രവർത്തകരുടെ വേദിയിൽ നിറയ്ക്കാനുള്ള ശ്രമമുണ്ടായി. എന്തായാലും നിരവധി ആളുകൾ ഈ തുറവൂർ താലൂക്ക് ആശുപത്രിയുടെ ട്രോമാ കെയർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നു. അവരാകെ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഇരു വിഭാഗത്തെയും നീക്കി നിർത്തിയത്. പക്ഷേ ഇപ്പോഴും സംഘർഷ സാധ്യത അവിടെ തുടരുകയാണ്. ഇരു കൂട്ടരും രണ്ട് ചേരികളായി നിന്ന് മുദ്രാവാക്യം വിളിച്ച ആ ഒരു പ്രതിഷേധത്തിന്റെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അല്പം മാറി നിന്നിട്ടുണ്ട്. പക്ഷേ CPIM പ്രവർത്തകർ പ്രകോപനവുമായി ഇപ്പോഴും രംഗത്തുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് പോകാതെ അത് തടഞ്ഞു നിർത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും വലിയ പോലീസ് സംഘം അവിടെ നിരന്നിട്ടുണ്ട്. ഹാഷ്മി, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ്? ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഹാഷ്മി, ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ണൂരിലുണ്ടായ സംഘർഷം, ആ പ്രതിഷേധം, അതിന് പിന്നാലെ ഒരു നാടകമാണ് മന്ത്രി അവതരിപ്പിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് കത്രിക മറന്നുവെച്ച കേസ് ആലപ്പുഴയിലാണ് ഉണ്ടായത് എന്നതുകൂടി പ്രതിഷേധത്തിന്റെ അളവ് വലുതാകാൻ കാരണമാണ്. ഇന്ന് ഉഷ ജോസഫ് എറണാകുളത്ത് നിന്ന് ഡിസ്ചാർജായി ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം വലിയ തോതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ കോൺഗ്രസ് നൽകിയിരുന്നു. ഇന്ന് ആരോഗ്യമന്ത്രിക്ക് 2 പരിപാടികളാണ് ആലപ്പുഴയിലുള്ളത്. രണ്ടും ഓൺലൈനായാണ് നിർവഹിക്കുന്നത്. പക്ഷേ ഈ 2 വേദികളിലും ഓൺലൈൻ ഉദ്ഘാടനങ്ങൾ അതുപോലും അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു ഘട്ടത്തിൽ ഈ ഓൺലൈൻ പ്രസംഗം കാണിക്കാൻ വെച്ചിരിക്കുന്ന സ്ക്രീൻ പോലും തട്ടിത്തെറിപ്പിക്കാനുള്ള രീതിയിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധം നീണ്ടു. ഇതോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ DYFI CPIM പ്രവർത്തകർ കൂടി എത്തിയതും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടതും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.